ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ് കേരളം. താൻ ഒരു മതത്തിലും ജാതിയിലും പെട്ടയാളെന്ന് പറഞ്ഞ ഗുരുവിൻ്റെ നാട്. ആ നവോത്ഥാന കേരളത്തിലേക്കാണ് വർഗീയ ശക്തികൾ പിടിമുറുക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഇതിലെ വിവരങ്ങൾ ശരിയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നിരോധിക്കും മുമ്പ് 977 പേരെ കൊലപ്പെടുത്താനോ ആക്രമിക്കാനോ ആയി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഒന്നോ രണ്ടോ പേരെയല്ല, 1000-ഓളം പേരെ കൊല്ലാനായി ഒരു സംഘടന പട്ടിക ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഭീകരമാണ് എന്നതോർക്കണം. 2022 സെപ്റ്റംബർ 28-ന് PFI നിരോധിക്കും മുമ്പ് 250-ഓളം PFI നേതാക്കളുടെ വീടുകളിലും PFI ഓഫീസിലും നടത്തിയ റെയ്ഡിൽ നിന്ന് കിട്ടിയ വിവരം എന്നാണ് NIA അവകാശപ്പെടുന്നത്. ഈ റിപ്പോർട്ടാണ് NIA കോടതിയിൽ നൽകിയത്. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നാട് എത്രത്തോളം പിന്നാക്കം പോയെന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടി വരും. മതവിശ്വാസമാകാം, പക്ഷേ സ്വന്തം മതം മാത്രമാണ് മഹത്തരമെന്ന് ചിന്തിക്കുകയും ഇതര മതസ്ഥരെല്ലാം ശത്രുക്കളായി കാണുകയും ചെയ്യുന്ന മാനസികാവസ്ഥ അത്രത്തോളം നീചമാണ്. മതതീവ്രവാദം ഏതു കാലത്തും ഏതു ദേശത്തും മനുഷ്യവിരുദ്ധമാണ്. അത് ഏതു മതത്തിൻ്റെ പേരിലായാലും.